ഇവിടെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്ന് പ്രസംഗകല പഠിച്ചു പോയവരുണ്ട്. പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ നേരിട്ട് വന്ന് ഈ പ്രസംഗ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അതിൻ്റേതായ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഇന്നും അവർ ചെയ്യുന്ന ജോലിയിലും മറ്റുള്ള മേഖലയിലും ഇതിൻ്റെ ഗുണം അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യവും ഇപ്പോൾ നേരിട്ട് വന്ന് പഠിക്കുന്നതും ഇപ്പോൾ ഓൺലൈനായി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വന്ന് ഫൈസൽ സാറിൻ്റെ കൂടെ നമ്മൾ പ്രസംഗിച്ച് പഠിച്ചാൽ തന്നെ ഉള്ളൂ നമുക്ക് ഈ പ്രസംഗവും അതുപോലെ തന്നെ പ്രസംഗം എന്ന് മാത്രമല്ല, നമ്മൾ വിചാരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രാസംഗികനായി മാറാം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറാം, നമ്മുടെ സ്വഭാവ ഗുണം മാറ്റാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ തന്നെ നമ്മൾ ചേഞ്ച് ആവുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ നമ്മൾ ചേഞ്ച് ആവുന്നത് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ. അത് മാത്രം മതി. നമ്മളൊരു പക്ഷേ വലിയ ഉയർന്ന ഒരു പ്രാസംഗികൻ, എല്ലാവരും ഇവിടെ വന്ന ആളുകളൊക്കെ ഒരു പ്രാസംഗികനായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല, അതും നമുക്ക് സാധിക്കാം. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയാവാനും നമുക്ക് സാധിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓൺലൈനായി പഠിക്കുന്ന ആളുകൾ ഒരു ദിവസമെങ്കിലും, നമ്മൾ ദിവസത്തിൽ പല സെക്കൻഡുകൾ, പല മണിക്കൂറുകൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സന്ദർഭമാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇവിടെ വരാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. വീണ്ടും വീണ്ടും നിങ്ങൾ വരാൻ വേണ്ടി പിന്നീട് നിങ്ങൾ സമയം കണ്ടെത്തും എന്നുള്ളത് തീർച്ചയാണ്. ഞങ്ങളിവിടെ വന്നിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനിവിടെ പല ക്ലാസ്സുകളും ഇവിടെ പങ്കെടുക്കാറുണ്ട്. വ്യാഴാഴ്ച പങ്കെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഞായറാഴ്ച ഒക്കെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അത് നമുക്ക് എന്താ, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം മാത്രമാണ് നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ എന്തൊരു കാര്യം നമുക്ക് ഗുണം കിട്ടാതെ നമ്മൾ വീണ്ടും അവിടേക്ക് പോകില്ല. അത് എന്തൊരു കാര്യം തന്നെയാണ്, ഗുണം കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഓൺലൈനായി പഠിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ വന്ന് നേരിട്ട് നിങ്ങളൊരു ക്ലാസ്സിലെങ്കിലും പങ്കെടുക്കണമെന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രചോദനമായി. പുതിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ ഇന്നിവിടെ ക്ലാസ്സിൽ വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, വേറെ ഒരു പരിപാടി ചുറ്റുപാടും കാരണം. പക്ഷെ പെട്ടെന്നാണ് ആ പരിപാടിക്ക് പോകുന്നതിലും നല്ലത് ഇവിടെ പരിപാടിയിലേക്ക് വരുന്നതാണ് എന്ന് വെച്ചാണ് ആ പരിപാടി ഇവിടെ വന്നത്. അങ്ങനെ ഇവിടെ വന്നു, പരിപാടിയൊക്കെ ഉഷാറായി. നമ്മൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ജോലി തിരക്കും അതുപോലെ തന്നെ മറ്റു നമ്മുടെ കുടുംബ കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഇടയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ നമുക്ക് ജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷമാണ്. അതുപോലെ തന്നെയാണ് ഒരു ബ്രേക്ക്, അതായത് നമ്മൾ കുറേ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലേ നമുക്കൊരു ക്ഷീണം വരുന്ന ഒരവസ്ഥ. അതിന് നമ്മൾ എങ്ങനെയാണ് മോചിതനാവുന്നത്? ഒരു പക്ഷേ ഒരു റെസ്റ്റ് എടുത്തിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നമ്മൾ കുറേ വർക്കുകളുടെ ഇടയിലും കുടുംബ ജീവിതത്തിൻ്റെ ഇടയിലൊക്കെ പല പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പോയി നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സുഖം ലഭിക്കുന്നു ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നിന്ന്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെയധികം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.